ഹലോ, കുറേ നാളായിട്ട് ആഗ്രഹിക്കുക ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ ഇറങ്ങിയതാട്ടോ. രാത്രി ഭക്ഷണമൊന്നും കഴിക്കാതെ കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 8:30 ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ കഷ്ടകാലം എന്ന് തന്നെ പറയട്ടെ. ട്രെയിൻ ലേറ്റാണ്, അതുകൊണ്ട് ഫുഡൊക്കെ ഒന്ന് ആസ്വദിച്ച് അവിടെ ഇരുന്ന് കഴിച്ചു. ചേർത്തലയിൽ നിന്നായിരുന്നു ഞങ്ങൾ ട്രെയിൻ കയറിയത്. എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാട്ടോ ഈ പൊസിഷൻസൊക്കെ എഴുതിയിടുന്ന സ്ഥലം. ഈ B1 A1 എനിക്ക് ഇന്നേ വെറുതെ മനസ്സിലായിട്ടില്ല. എൻ്റെ ബുദ്ധിക്കുറവ് കൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. സാധാരണ ചേർത്തലയിൽ നിന്ന് തന്നെ ഗുരുവായൂർക്ക് നല്ല തിരക്കുണ്ടാവുന്നതാണ്. ഞങ്ങൾ നോക്കുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. സാധാരണ ഗുരുവായൂരപ്പനെ കാണാൻ നമ്മൾ എപ്പോൾ പോയാലും ഒരു 3-4 മണിക്കൂർ നമ്മൾ ക്യൂവിൽ നിൽക്കണം. അപ്പം ആളുകളുടെ എണ്ണം കുറവാണെങ്കിലോ അത് നമുക്കൊരു സന്തോഷമാണല്ലോ. ട്രെയിൻ വന്നപ്പോഴേക്കും തന്നെ കുഞ്ചു ഭയങ്കര ഹാപ്പിയായി. കുഞ്ചു ട്രെയിനിൻ്റെ ഭയങ്കര ഒരു ഫാനാട്ടോ. അവൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളൊരു 12:30 കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഗുരുവായൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, ദൈവമേ, ഇത്ര ആളുകൾ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നോ? ഇനി ഒന്നും പറയാനില്ല. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കണോ, എന്ത് ചെയ്യണം, എപ്പോൾ റെഡിയാകും ഒന്നും അറിയില്ല. വേഗം തന്നെ ഓടിപ്പോയി ഫ്രഷപ്പായി 1 മണിയോടുകൂടി തന്നെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലെത്തി. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം ക്യൂ വലുതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പോയി ഞങ്ങൾ ക്യൂവിൽ നിന്നു. നിന്ന നിപ്പ് ഞങ്ങൾ ക്യൂവിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, അതായത് ഗുരുവായൂരപ്പനെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങുന്നത് 8:20 പിറ്റേ ദിവസം രാവിലെ. ഭാഗ്യത്തിന് എൻ്റെ ചെരുപ്പ് ആരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ടെൻഷനായിരുന്നു അത്. പുറത്തിറങ്ങിയതും കുഞ്ചു അവളുടെ പണി തുടങ്ങി. എനിക്കത് വേണം ഇത് വേണം തുടങ്ങി കളിപ്പാട്ടങ്ങളുടെ പേര് പറഞ്ഞുള്ള കരച്ചിലായി. അവളെ കുറ്റം പറയാനും പറ്റൂല, കാരണം പലതരത്തിൽ പല രീതിയിലുള്ള കളിപ്പാട്ടങ്ങളല്ലേ അവിടെ ഇട്ടേക്കുന്നത്. എനിക്ക് തന്നെ കണ്ടപ്പോൾ കടയിലൊക്കെ ഒന്ന് കയറിയാലോ എന്ന് വിചാരിച്ചതാ. പിന്നെ വിശപ്പിൻ്റെ വിളി വല്ലാണ്ട് കൂടിയതുകൊണ്ട് തന്നെ അവിടെ കണ്ടൊരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ പൂരിയും അപ്പവും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിശപ്പ് വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാദൊന്നും നമ്മൾ നോക്കില്ലല്ലോ. അങ്ങനെ വിശപ്പിൻ്റെ വിലയെല്ലാം മാറ്റി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുല്ലപ്പൂവ്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മുല്ലപ്പൂ ഒക്കെ വെച്ച് 2 ഫോട്ടോ എടുത്തില്ലെങ്കിൽ അത് വല്ലാത്തൊരു വിഷമല്ലേ. ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വല്ലാത്ത തിരക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് കോടതി വിധി പ്രകാരം ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരങ്ങളിലും നടകളിലും ഒന്നും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ലെന്ന്. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ ഒരു സെക്യൂരിറ്റി വന്ന് തന്നെ വഴക്കും പറഞ്ഞു കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും ഗുരുവായൂർ വരുമ്പോൾ തീർച്ചയായിട്ടും പോകണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു സ്ഥലമുണ്ട്. റീൽസിലൊക്കെ കണ്ട് എല്ലാവർക്കും പരിചയമുള്ള പ്രിയങ്ക ഫാൻസി സ്റ്റോർ എന്ന് പറയുന്ന സ്ഥലം. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ നേരെ ഗൂഗിൾ മാപ്പിലിട്ട് ഞങ്ങൾ ലൊക്കേഷൻ നോക്കിപ്പോയി. കുറച്ചധികം ദൂരം ഉണ്ടാവുമെന്ന് വിചാരിച്ചെങ്കിലും അത്ര ദൂരം ഉണ്ടായില്ല. നമുക്ക് നടക്കാനുള്ള സ്ഥലമുള്ളൂ. നമ്മുടെ മഞ്ജുലാലിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെ ആട്ടോ ഈ കട. അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഇതൊരു വല്ലാത്ത നഷ്ടമായി പോയേനെ. അവിടെ എന്താ ദൈവമേ, സ്വർഗം മാമ സ്വർഗം എന്ന് പറയുന്ന പോലെയായിരുന്നു. അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. റീൽസിലൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ കുഞ്ഞ്. ഞാൻ ആദ്യമായിട്ടോ അവിടെ കടയിൽ പോകുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ഞാനും കുഞ്ഞിയും കൂടി അതിനകത്തേക്ക് കയറിയതും ഞങ്ങൾ CID മ്യൂസിയയിൽ ബിന്ദു പണിക്കർ പറയുന്ന ആ സെയിം ഡയലോഗായിരുന്നു. അയ്യോ എൻ്റെ മിക്സി, അയ്യോ എൻ്റെ ഫ്രിഡ്ജ്, അയ്യോ എൻ്റെ ലാമ്പ് എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുന്ന പോലെയായിരുന്നു. ഞാനും കുഞ്ചും അവിടെ ഓടി നടന്ന് കണ്ടതെല്ലാം തന്നെ വാരിയെടുത്തു. വളകൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേക സെക്ഷൻ ഉണ്ട്, കമ്മലുകൾക്ക് പ്രത്യേക സെക്ഷൻ. അങ്ങനെ അയ്യോ പറയണ്ട. ഞങ്ങൾ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് തുറന്നു നോക്കിയപ്പോഴാട്ടോ ഇതെല്ലാം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്ന് തന്നെ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു അടിപൊളി ഷോപ്പിംഗ് ഒക്കെ നടത്തി ഗുരുവായൂരപ്പനെ ഒന്നും കൂടി പോയി തൊഴുത് ഇനിയും വരാൻ പറ്റണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഗുരുവായൂരപ്പനോട് ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഗുരുവായൂരപ്പനെ തൊഴുതിറങ്ങുമ്പോൾ വല്ലാത്തൊരു വിഷമം തന്നെയാട്ടോ. ഇവിടെയായിരുന്നു ഞങ്ങൾ ഫ്രഷപ്പൊക്കെ ആവാൻ വേണ്ടി നിന്നത്. കുടുംബശ്രീ പ്രവർത്തകരുടെ ഒരു സംരംഭമാണ് കേട്ടോ. റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 5ൽ ഒരു 4 തന്നെ കൊടുക്കാം. നല്ല പ്ലേസ് ആട്ടോ. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ പറ്റും ഇവിടെ. ഗുരുവായൂരിന്ന് തൃശ്ശൂർക്ക് ഞങ്ങൾ പോയത് KSRTCക്കായിരുന്നു കേട്ടോ. തൃശ്ശൂരിനായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ. ഏകദേശം ഒരു 12 മണിയോടുകൂടി തന്നെയായിരുന്നു. ഉച്ചയാക്കി 12 മണിയോടുകൂടി തന്നെ ഞങ്ങളുടെ ട്രെയിൻ വന്നു. അങ്ങനെ ഗുരുവായൂരപ്പനെയൊക്കെ തൊഴുത് സന്തോഷത്തോടുകൂടി ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ എൻ്റെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ, ടാറ്റാ.